ലോകത്ത് ഏതെങ്കിലും സമ്പന്നന്മാരുണ്ടോ? മുഴുവൻ മുതലാളിമാരും പരിശോധിച്ചോളി. ഓനോ ഓന്റെ വാപ്പാന്റെ വാപ്പയെ സ്വതക്ക കൊടുക്കാതെ മുതലാളിയായിട്ടുണ്ടാവില്ല. കാരണം 1 ഉറുപ്പ്യക്ക് 10 ഉറുപ്പ്യ കിട്ടും സ്വതക്ക കൊടുത്താല്. 10 ഉറുപ്പ്യക്ക് 100 ഉറുപ്പ്യ സ്വതക്ക കൊടുത്താൽ കിട്ടും. 100 ഉറുപ്പ്യക്ക് 1000 ഉറുപ്പ്യ കിട്ടും. 1000 ഉറുപ്പ്യക്ക് 10000 ഉറുപ്പ്യ കിട്ടും. ഒരിക്കൽ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വീട്ടിലിരിക്കുന്ന സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഒരു ഉറുമാമ്പഴം തിന്നാൻ ആഗ്രഹമുണ്ട്. പനിയിരുന്നു, ഭയങ്കര പനിയാണ്. പനി മാറിയപ്പോ ഒരു പൂതി, ഒരു ഉറുമാമ്പഴം തിന്നാ തരക്കടില്ല. അലിയാരോട് പറഞ്ഞു, പ്രിയപ്പെട്ട ഭർത്താവേ, ഒരു ഉറുമാമ്പഴം തിന്നണമെന്ന ആശയുണ്ട്. അലി റളിയല്ലാഹു അൻഹു ആഗ്രഹം കേട്ടപ്പം മാർക്കറ്റിൽ പോയി, ചന്തയിൽ പോയി, കീശയിലുള്ള കാശിന് ഒരു ഉറുമാമ്പഴം വാങ്ങി തിരിച്ചു വരുമ്പോ ജയിൽ മോചിതനായി കാലിൽ ചങ്ങലയുമായി ഒരാൾ വരുന്നു. ജയിലിലിരുന്നു, കുറേ ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് അയാൾ വരുന്നുണ്ട്. അലിയാരെ, വിശന്നിട്ട് വല്ലതും തരുമോന്ന് ചോദിച്ചു. അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒരു ഉറുമാമ്പഴമുണ്ട്. മഹാനവർകൾ ഇങ്ങനെ ചിന്തിച്ചു, പടച്ചോനെ, ഞാൻ ഈ ഉറുമാമ്പഴം ഇയാൾക്ക് കൊടുക്കണോ അതോ എന്റെ സഹധർമ്മിണിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാക്ക് കൊണ്ടുപോയി കൊടുക്കണോ? ആലോചിച്ച അവസാനം ഒരു തീരുമാനത്തിലെത്തി. ഫാത്തിമക്ക് ഏതായാലും വിശന്നിട്ടല്ല, പൂതിയായിട്ടാണ്. ഇയാൾക്ക് വിശന്നിട്ടാണ്. വിശപ്പിന് 1ാം സ്ഥാനം കൊടുക്കാം, ഇജെടുത്തോർന്ന് കൊടുത്തു. അയാളെ തിന്നു റാഹത്തായി. 2ാമത്തെ ഒന്ന് വാങ്ങാൻ പൈസ ഇല്ല. അങ്ങനെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോ മുഖത്ത് എന്തോരം മ്ലാനതയുണ്ട്, ദുഃഖത്തിന്റെ അടയാളമുണ്ട്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താണ് പുതുമാരരെ, നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോ ഒരു വിഷമം തോന്നുന്നുണ്ടല്ലോ. ഫാത്തിമ, നീ വല്ലാതെ ആഗ്രഹിച്ചുകൊണ്ട് ഒരു ഉറുമാമ്പഴം കൊണ്ടുവരാൻ പറഞ്ഞില്ലേ? ഞാൻ ചന്തയിൽ നിന്ന് ഒരു ഉറുമാമ്പഴം വാങ്ങി വരുമ്പോ വഴിയിൽ വെച്ച് വിശന്ന് വലഞ്ഞ ഒരാളെ കണ്ടു. ഞാനത് അയാൾക്ക് കൊടുത്തു. 2ാമതൊന്ന് വാങ്ങാൻ എന്റെ അടുക്കൽ കാശില്ല. സയ്യിദത്തുനാ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നിങ്ങൾ അത് അയാൾക്ക് കൊടുത്തിട്ടില്ലായിരുന്നുവെങ്കിലാണ് എനിക്ക് ഏറ്റവും സങ്കടമുള്ളത്. നിങ്ങളത് കൊടുത്തത് കൊണ്ട് എനിക്ക് വളരെയധികം റാഹത്തായി എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു കയറി വരുന്നുണ്ട്. ഇതിങ്ങനെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അംർ ഇബ്നുൽ ആസ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. മൂപ്പരെ കയ്യിലുണ്ട് ഒരു കീസ്, ഒരു പൊതി, ഒരു കവറ്. അലിയാർക്ക് നീട്ടിയിട്ട് പറഞ്ഞു, അലിയാരെ, ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഒരാൾ ഏൽപ്പിച്ചതാണ്. ഇത് നിങ്ങൾക്ക് തരാൻ വേണ്ടി ഒരാൾ ഏൽപ്പിച്ചാന്ന് പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു അതിങ്ങനെ തുറന്നു നോക്കുമ്പോ അതിൽ 9 ഉറുമാമ്പഴം ഉണ്ട്. 9 ഉറുമാമ്പഴം. സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അംറേ, ഈ ഉറുമാമ്പഴം എനിക്കുള്ളതല്ല കേട്ടോ, ഇതെനിക്കുള്ളതല്ല, എനിക്ക് ആള് മാറിയത് ഇക്കാരെന്ന് പറഞ്ഞു. അംർ ഇബ്നുൽ ആസ് പറഞ്ഞു, അല്ല, ഇത് നിങ്ങൾക്കുള്ള തന്നെയാണ്, ഉറപ്പാണ് പറഞ്ഞു. ഒരിക്കലും ഇത് എനിക്കുള്ളതാവൂല പറഞ്ഞു. എന്തേ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു. അതില് പറഞ്ഞു, അൽ ഹസനതു ബി അശ്രി അംസാലിഹാ, ഒരു നന്മ 10 ഇരട്ടി കൊണ്ടാണ് തിരിച്ചു കിട്ടുക എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് നബിക്ക് തെറ്റൂല. എനിക്കുള്ളതാണെങ്കിൽ 10 ഉറുമാമ്പഴം വേണം, ഇത് 9 ഉറുമാമ്പഴമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഒരു ഉറുമാമ്പഴം പിന്നിക്ക് ഇങ്ങനെ പിടിച്ചിരുന്നു. അതും കൂടിയാണ് കൊടുത്തിട്ട് പറഞ്ഞു, എടുത്തോളി, ഇങ്ങൾക്കുള്ള തന്നെയാണ് എന്ന് പറഞ്ഞ് 10 ഉണ്ട്. ഇതെന്തുകൊണ്ട് നമുക്ക് കിട്ടണില്ല? ഞമ്മക്ക് അതാണ്ട് ഈമാനായിട്ടില്ല. അതന്നെ 1 കൊടുത്താൽ 10 കിട്ടും എന്നുള്ളത് ഞമ്മക്കാണ്ട് ഈമാനായില്ല.